ദൃശ്യങ്ങൾ ഓർമ്മയില്ലേ? ഗസയിൽ സിവിലിയന്മാരുടെ വസ്ത്രം ധരിച്ച് ആശുപത്രി ആക്രമിക്കുന്ന ഇസ്രായേൽ സേനയുടെ CCTV ദൃശ്യങ്ങളാണിത്. ദിവസങ്ങൾക്ക് മുൻപ് ഈ വീഡിയോ വലിയ ചർച്ചയായിരുന്നു. ഇസ്രായേൽ സേന എന്തിനാണ് ഫലസ്തീനികളെ അനുകരിച്ച് വസ്ത്രം ധരിച്ചതെന്ന ചോദ്യങ്ങളും അന്ന് ഉയർന്നിരുന്നു. എന്നാൽ അത് ഇസ്രായേൽ സേനയുടെ മുസ്തരിബീനാണ്. ഫലസ്തീനികളെ അനുകരിച്ച് അവരുടെ ശൈലിയിൽ സംസാരിക്കുകയും വസ്ത്രം ധരിക്കുകയും ചെയ്യുന്ന ചാരന്മാരുടെ സംഘം. ഒറ്റ നോട്ടത്തിൽ ഫലസ്തീനികളാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ചാരന്മാരാണ്. അറബികളുടെ വേഷം ധരിച്ച് ഫലസ്തീനിലും മറ്റ് അറബ് രാജ്യങ്ങളിലും രഹസ്യ ദൗത്യങ്ങൾ നിർവഹിക്കുന്ന ഇസ്രായേലിന്റെ ചാരസേനയാണിത്. ഇതിനായി പ്രത്യേകം പരിശീലനം ലഭിച്ച ഇസ്രായേൽ സായുധ സേനയിലെ തന്നെ സ്പെഷ്യൽ ഏജന്റുമാരാണ് മുസ്തരിബീൻ. മാതൃഭാഷ പോലെ അറബി സംസാരിക്കാനായി അവർ പ്രത്യേകം കോഴ്സുകളും അഭ്യസിക്കാറുണ്ട്. നോമ്പും നമസ്കാരവും പോലുള്ള മതപരമായ ആചാരങ്ങളും ഇവരെ പഠിപ്പിക്കും. ജനുവരി 30 അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ ഇബ്നു സീന ആശുപത്രിയിൽ ഫലസ്തീനി വേഷം ധരിച്ച് കടന്നുകയറി കൂട്ടക്കൊല നടത്തിയത് ഈ സംഘമായിരുന്നു. ആ ദൃശ്യങ്ങളായിരുന്നു അന്ന് ചർച്ചയായത്. ഏകദേശം 10 മിനിറ്റോളം ആശുപത്രിയിൽ തങ്ങിയ സംഘം ചികിത്സയിൽ ഉണ്ടായിരുന്ന ഒരു ഫലസ്തീനി യുവാവിനെയും സഹോദരനടക്കം 2 സഹായികളെയും വെടിവെച്ചാണ് കൊലപ്പെടുത്തിയത്. ഡോക്ടറുടെയും നഴ്സിന്റെയും രോഗിയുടെയും വേഷത്തിലാണ് ഇവർ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചത്. തുടർന്ന് വസ്ത്രത്തിൽ ഒളിപ്പിച്ച റൈഫിലുകൾ പുറത്തെടുക്കുന്നതും ആക്രമണം നടത്തുന്നതും CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പുകളിലെ ചെറുത്തുനിൽപ്പുകളെ തുരങ്കം വെക്കലാണ് മുസ്തരിബീന്റെ പ്രധാന ദൗത്യം. പൊതുവെ സിവിലിയന്മാരാണ് ഇവരുടെ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത്. അതിനായി സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും മനുഷ്യാവകാശ സംഘടനകളും ആശുപത്രികളുമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. കൂടാതെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്കും സിവിലിയന്മാർക്കും നേരെ ഇവർ അഴിച്ചുവിടുന്ന അക്രമങ്ങളും ഏറെയാണ്. ചാരവൃത്തിയിലൂടെ വ്യക്തിഗത വിവരങ്ങളും ഇവർ ശേഖരിക്കാറുണ്ട്. ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കുന്നതിന് മുൻപ് 1942 ആദ്യത്തെ മുസ്തരിബീൻ യൂണിറ്റ് രൂപീകരിച്ചത്. ഇസ്രായേൽ സൈന്യത്തിന്റെ കേന്ദ്രമായ ഹഗാനയുടെ തീവ്രവാദ മിലിഷ്യയുടെ ഭാഗമായിരുന്ന പാൽമാച്ച് ഡിവിഷനിലെ രഹസ്യ യൂണിറ്റായാണ് മുസ്തരിബീൻ ആദ്യം ആരംഭിച്ചത്. 2ാം ലോക മഹായുദ്ധകാലത്ത് സയനിസ്റ്റ് പ്രസ്ഥാനവും ഫലസ്തീനിലെ ബ്രിട്ടീഷുകാരും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായാണ് ഈ യൂണിറ്റ് രൂപീകരിച്ചത്. 1950 മുസ്തരിബീൻ ചാരന്മാർ ഫലസ്തീൻ യുവതികളെ വിവാഹം കഴിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മുസ്തരിബീൻ ചാരസേനയ്ക്ക് പ്രചാരം ലഭിക്കാൻ ഇസ്രായേലി ടെലിവിഷൻ സീരീസായ ഫൗദയും സഹായിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സേനയുടെ അധിനിവേശത്തെ മഹത്വവൽക്കരിക്കുന്നതും ഫലസ്തീനികളെ മനുഷ്യത്വമില്ലാത്തവരായി ചിത്രീകരിക്കുന്നതുമാണ് സീരീസിന്റെ ഇതിവൃത്തം.